നമ്മുടെ FC ഗോവയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഐബൻ ഡോഹ്ലിങ്ങിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നോവാ സദോയി. അതുകൊണ്ട് തന്നെ നോവാ സദോയി ഗോവയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ഐബൻ ഡോഹ്ലിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഏജന്റ് ഡോഹ്ലിംഗ് എന്നൊക്കെ വിളിച്ച് പറയാറുണ്ടായിരുന്നു അഭിമാനത്തോടെ. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം ഏജന്റ് പോപ്ലാൻഡിക് എന്ന്. കാരണം ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് എഫ്സിയുടെ സ്ലൊവേനിയൻ സൂപ്പർ സ്ട്രൈക്കർ ആയിട്ടുള്ള ലൂക്ക മജിസൺ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണക്കാരൻ അദ്ദേഹമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും എന്ന് കരുതി, ഇനി പ്രൊഫഷണൽ ഫുട്ബോളിൽ തനിക്കൊരു ബാല്യം ഇല്ല എന്ന് കരുതിയിടത്തു നിന്നും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും ഇന്ത്യൻ ലീഗുകളെ കുറിച്ചും ഒക്കെ ഇറങ്ങിയത് ആരിൽ നിന്നാണ്? നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പണ്ട് ഹെഡർ ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്ന അറിയാലോ, നമ്മുടെ സ്റ്റെവാനോവിച്ചും പോപ്ലാൻഡിക്കും കൂടെ കളിച്ച സീസണുകളിൽ, ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സ്ലൊവേനിയൻ താരമായിട്ടുള്ള പോപ്ലാൻഡിക്കിൽ നിന്നാണ്. അപ്പം പോപ്ലാൻഡിക്കാണ് ഐ ലീഗിനെ കുറിച്ചും ISL കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധാരണ ആർക്ക് നൽകി കൊടുത്തത്? നമ്മുടെ ലൂക്ക മജിസൺ നൽകിയത്. അങ്ങനെയാണ് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ഇവിടേക്ക് വരികയും ഐ ലീഗ് ക്ലബ്ബുകളിലായിരുന്നു ആദ്യം അദ്ദേഹം കളിച്ചത്. പിന്നെ ഐ ലീഗിൽ നിന്നും നമ്മുടെ ഗോകുലം കേരളയിൽ കളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പഞ്ചാബിലേക്ക് എത്തി. പഞ്ചാബ് ISL വന്നപ്പോൾ ISL വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒരു ഘട്ടത്തിൽ തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കണം എന്ന് കരുതിയിരുന്ന ലൂക്ക മജിസന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിന് ഇന്ത്യയിലൂടെ പുനർജന്മം നൽകുന്നതിന് കാരണക്കാരൻ നമ്മളുടെ പോപ്ലാൻഡിക് ആയിരുന്നു. കാരണക്കാരൻ എന്ന് പറഞ്ഞ് സോൾ ക്രെഡിറ്റ് ഒന്നും അല്ല കൊടുക്കുന്നത്. ഇവിടുത്തെ ലീഗുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ കൊടുത്ത് ഇവിടെ വന്നാൽ ഫുട്ബോൾ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുള്ളിയുടെ കരിയർ നന്നാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കൊടുത്തത് പോപ്ലാൻഡിക്കാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കായിക ശേഷി ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ചെലവഴിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു അവിഭാജ്യ ഘടകത്തിനെ പോലെ വളർന്നു വരുന്നത്.